മറ്റൊരു വാർത്ത, കൊച്ചിയിലെ 16-കാരിയുടെ ആത്മഹത്യ കൊറിയൻ യുവാവിന്റെ മരണത്തിൽ മനംനൊന്താണ് എന്നറിയുന്നു. തിരുവാങ്കുളത്ത് പാറമടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 16-കാരിയുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട കൊറിയൻ സ്വദേശിയായ തന്റെ സുഹൃത്ത് മരിച്ചെന്ന വിവരം ലഭിച്ചെന്നും ഇതിന്റെ വിഷമം സഹിക്കാൻ കഴിയുന്നില്ലെന്നുമാണ് ഈ കത്തിൽ പറയുന്നത്. ഈ കുട്ടിയുടെ ആത്മഹത്യ തന്നെ നമ്മളെ വല്ലാത്ത രീതിയിൽ ഞെട്ടിച്ചിരുന്നു. ചെറിയ കുട്ടിയാണ്. ഇപ്പോൾ അറിയുന്നത് സുഹൃത്ത് മരിച്ചു, അതും ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരാൾ മരിച്ചു എന്ന ഇതിന്റെ പേരിലാണ് എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള വിഷയമല്ല. തീർച്ചയായിട്ടും അശ്വതി, 400 മീറ്ററോളം താഴ്ചയുള്ള പാറമടയിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാവിലെ ട്യൂഷന് പോവുകയും അതിനുശേഷം സ്കൂളിലേക്ക് പോവുകയുമാണ് ഈ ആദിത്യയുടെ ഒരു രീതി. അങ്ങനെയായിരുന്നു. അതേ തുടർന്നാണ് രാവിലെ ട്യൂഷന് പോയിരുന്നു. അതേസമയം സ്കൂൾ ബാഗ് ഇവിടെ സമീപത്ത് കണ്ടെത്തിയതിനെ തുടർന്നാണ് നാട്ടുകാർ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് വെള്ളത്തിൽ നിന്നും പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതേസമയം ബാഗിൽ ആത്മഹത്യാക്കുറിപ്പുണ്ടായിരുന്നു. ആത്മഹത്യാക്കുറിപ്പിൽ സൂചന ഇങ്ങനെയാണ്: തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട തൻ്റെ കൊറിയൻ സുഹൃത്ത് കഴിഞ്ഞ ജനുവരി 16 മരിച്ചു എന്നുള്ള വിവരം ലഭിച്ചു. അതേ തുടർന്ന് തനിക്കതിൽ മനംനൊന്താണ് താൻ ആത്മഹത്യ ചെയ്യുന്നത്. അത് അതിജീവിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് പെൺകുട്ടിയെ ആത്മഹത്യാക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നത്. അതേസമയം പെൺകുട്ടിയുടെ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷം ഇതിൽ വ്യക്തത ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഈ കൊറിയൻ ബാൻഡ്, BTS ബാൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഇൻഫ്ലുവൻസ് ചെറിയ കുട്ടികളിൽ, പ്രത്യേകിച്ചും കൗമാരക്കാരിൽ ചെറുതല്ലാത്ത ഇൻഫ്ലുവൻസ് ആണ് ഈ BTS ബാൻഡ് ഉൾപ്പെടെയുള്ള കൊറിയൻ സംഘങ്ങൾ അല്ലെങ്കിൽ കൊറിയൻ ബാൻഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതല്ലെങ്കിൽ കൊറിയൻ ഡ്രാമകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ തരത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ആണോ ഇതിലുണ്ടായിട്ടുള്ളത്? ഇൻസ്റ്റഗ്രാമിലൂടെ കൊറിയൻ സുഹൃത്തിനെ പരിചയപ്പെടുകയും അതൊരു ഫേക്ക് ഐഡി ആണോ? അതല്ലെങ്കിൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നോ? അതല്ലെങ്കിൽ ഈ പറയുന്ന തൻ്റെ സുഹൃത്തെന്ന് പെൺകുട്ടി പറയുന്ന ആൾ ജീവനോടെ ഇല്ലാത്ത സാഹചര്യമുണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, പോലീസും സൈബർ വിങ്ങും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കുട്ടിയുടെ ഫോൺ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം ഈ കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. എന്തായാലും മരണം ആത്മഹത്യയാണ് എന്നുള്ള സാഹചര്യത്തിലാണ് നിലവിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതോടുകൂടി പോലീസ് നിൽക്കുന്നത്. മറ്റു വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. അശ്വതി. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിശദവിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.